സംസ്കാരവും മാറുന്നു. അങ്ങനെ ഉത്സവത്തെക്കുറിച്ച് പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാനും ഒരു ഉത്സവത്തെക്കുറിച്ച് പറയുന്നത് കേട്ടില്ല. ജലോത്സവം ഭയങ്കരമായിട്ടാണ് വരുന്നത്. ജലോത്സവം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവന്റെ തുടുപ്പ് തന്നെ ഉണ്ടാകുന്ന ഒരു ഉത്സവത്തിന് ജീവന്റെ തുടുപ്പ് കാണപ്പെടുന്നത് ജലോത്സവം പോലുള്ള ഒരു തുടുപ്പിലാണ്. അവിടെ ഒരു മത്സരമാണ്. ആ മത്സരത്തിൽ ജയിക്കുന്ന ആൾ കയറി കഴിഞ്ഞാൽ ബീജ സംയോജനം നടന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ബീജത്തിന് അതിലോട്ട് കയറാൻ പറ്റും. അപ്പോഴേ ഉത്സവവും മത്സരവും എല്ലാം പ്രകൃതിയുടെ അടിസ്ഥാന സത്തയാണ്. അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റും. ഇത് വിജയിക്കുന്നത് അവനെ വിജയിക്കുന്നവൻ്റെതാണ്. പ്രകൃതിയെ വിജയിക്കുന്നവന്റെ കയ്യിലാണ് പ്രകൃതി സംരക്ഷിക്കുന്നത്. വിജയിക്കാത്തവന്റെ കാര്യം അതവരെയാണ്. അവൻ പരാജയപ്പെടുകയാണ് ആ യുദ്ധത്തിൽ. അപ്പോഴേ ഉത്സവം നടക്കുന്ന മത്സരങ്ങളാണ്. ഇപ്പോഴും തന്നെ ഇലക്ഷൻ ഉത്സവമാണ്. അതിനു മുമ്പ് മാമാങ്കം ഉത്സവമായിരുന്നു. അത് മാമാങ്കം നിന്നുപോയപ്പോഴാണ് സാമൂഹിക ജീവന ഭീഷണി വന്ന കാലഘട്ടത്താണ് മാമാങ്കം നിന്നുപോകുന്നത്. അല്ലെങ്കിൽ ആ ഉത്സവം ഇന്നും തുടർന്നുകൊണ്ടേയിരുന്നു. മാമാങ്ക ഉത്സവം, ആ മാമാങ്ക ഉത്സവം നടക്കുന്ന സമയത്താണ് ആ മാമാങ്കം നിൽക്കുന്ന തന്നെ നമ്മുടെ ആറ്റിങ്ങൽ വിപ്ലവത്തിന് ശേഷമാണ്. നമ്മുടെ ചരിത്രം പഠിച്ചതിന് ശേഷമാണ്. ആറ്റിങ്ങൽ വിപ്ലവത്തിന് ശേഷം ഉണ്ടായ മാമാങ്കം നടന്നിട്ടുണ്ട്. അപ്പൊ അതിന് ശേഷമാണ് ഇവിടെ മാമാങ്കം എന്ന് പറയുന്ന മഹത്തായ ഉത്സവം. അതുപോലെ നമ്മുടെ ഈ വിളക്ക് തന്നെ ഉരുത്തിരിഞ്ഞു തന്നെ എങ്ങനെയാണ് ഒരു ഉത്സവ പറമ്പിലെ ചർച്ചയിലൂടെയാണ് വിളക്കുന്ന ആശയം ഉരുത്തിരിഞ്ഞത്. അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ശ്വാസവായുവിൽ ഇലക്ഷന് പ്രാധാന്യമുള്ളതുപോലെ ഉത്സവത്തിന് പ്രാധാന്യം. നമ്മൾ ജനിച്ചത് മരണം വരെ ഇപ്പൊ മരണ ഉത്സവമാണ് വേണ്ടിയിരിക്കുന്നത്. അപ്പൊ ആദ്യം ഉത്സവത്തിന്റെ ഒരു കളിയാണ് നമുക്ക് മനസ്സിലാക്കുക ഈ മനുഷ്യ ജീവിതം. അപ്പൊ ആ മനുഷ്യ ജീവിതത്തില് ഉത്സവത്തിന്റെ പ്രാധാന്യം കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അതിനൊരു കടിഞ്ഞാൻ നിൽക്കേണ്ട ക്രിമിനാലിറ്റി എത്രത്തോളം നമുക്ക് ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയും, അകറ്റി നിർത്താൻ കഴിയും. അവിടെയാണ് വിജയം കണ്ടത്. നമ്മുടെ നിലനിൽപ്പ് ആദ്യം അത് പ്രകൃതിയെ ഏറ്റെടുത്തു. ഈ യുദ്ധം തന്നെ ഉണ്ടാകും. യുദ്ധവും മറ്റൊരു മത്സരവും ഉത്സവവും ആകാശത്ത് തീ കോളങ്ങളും പറയുന്ന കമ്പം ഉത്സവത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതുപോലെ ഒരു ഉത്സവം പ്രകൃതി തന്നെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉത്സവം രണ്ട് ഭ്രാന്തന്മാരായ ഭരണാധികാരികൾ നേരത്തെ നേർ വരുമ്പോൾ അവിടെ യുദ്ധമാണ്. അവര് രണ്ട് ഭ്രാന്തന്മാർ നേരത്തെ നേർ വന്നാൽ അവിടെ യുദ്ധമുണ്ടാവും. രണ്ട് ഭ്രാന്തന്മാരായ ഭരണാധികാരികൾ, മൂന്ന് ഭ്രാന്തന്മാർ. അത് നിങ്ങൾക്ക് ഈ ഭ്രാന്തന്മാരുടെ എല്ലാ കൂട്ടണൊക്കെ കൂട്ടുന്നതാ യോജിക്കില്ല. മൂന്നോ അഞ്ചോ ആക്കാം. മിനിമം രണ്ട് ഭ്രാന്തന്മാർ നേരത്തെ യുദ്ധം. അപ്പോഴേ അല്ല, തീവ്രവാദികളെല്ലാം ഭ്രാന്തന്മാരും. അമേരിക്ക ഇസ്രയേലെന്നല്ല, തീവ്രവാദപരമായി കാണിക്കുന്ന ക്രിമിനാലിറ്റി ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ ഉത്സവത്തിന് മേളയിലോട്ട് ഞാനെത്തി പോവുകയാണ്. ഇത്രയും പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിക്കും.